കൊല്ലം ചാത്തന്നൂരിൽ സ്വകാര്യ ബസ്സുകൾക്കെതിരെ പരാതി. ഈ പ്രൈവറ്റ് ബസ്സൊക്കെ ഉണ്ടല്ലോ, അവർ ചാത്തന്നൂർ വരത്തില്ലായിരുന്നു. പെർമിറ്റില്ലെങ്കിൽ അവർ ചാത്തന്നൂർ വന്നുകൊണ്ടിരുന്നവരാ. ഇടയ്ക്ക് അവരങ്ങ് നിർത്തിക്കളഞ്ഞു. നിർത്തിയപ്പം GHS സ്കൂളിലെയും NSS സ്കൂളിലെയും ടീച്ചർമാർ എൻ്റെ ഒരു നിവേദനം തന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുക്കാനായിട്ട്. ആ നിവേദനം ഞാൻ കൊണ്ടുവന്ന് മിനിസ്റ്റർക്ക് കൊടുത്തു. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വണ്ടി അനുവദിക്കുന്നതിന് ട്രാൻസ്പോർട്ട്. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് തന്നെ ആ വണ്ടി അനുവദിച്ച് തന്നു. നീണ്ട കാത്തിരിപ്പിനൊടുവിൽ കൊട്ടിയം ചാത്തന്നൂർ പരവൂർ റൂട്ടിന് ലഭിച്ച KSRTC ബസ്സിന് തുരങ്കം വയ്ക്കുകയാണ് ഒരു കൂട്ടം സ്വകാര്യ ബസ്സുകൾ. 2024 ഒക്ടോബറിലാണ് പരവൂർ ചാത്തന്നൂർ കൊട്ടിയം റൂട്ടിൽ ചാത്തന്നൂർ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം പൊതുപ്രവർത്തകയായ കവിത മന്ത്രി ഗണേഷ് കുമാറിനെ കാണുകയും കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കിയ ഗതാഗത വകുപ്പ് മന്ത്രി ഈ റൂട്ടിൽ ഒരു ബസ് അനുവദിക്കുകയും ചെയ്തത്. എന്നാൽ ഇപ്പോൾ കൊട്ടിയത്ത് നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾ തിരുമുക്ക് ജംഗ്ഷൻ തിരിഞ്ഞ് പരവൂരിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള പെർമിറ്റാണ് നൽകിയിട്ടുള്ളത്. അത് ലംഘിച്ചുകൊണ്ട് ഇവർ ചാത്തന്നൂരിൽ എത്തുകയും KSRTC ബസ്സിന് ഓവർടേക്ക് ചെയ്ത് അതിൽ നിന്ന് യാത്രക്കാരെ വിളിച്ചിറക്കി പ്രൈവറ്റ് ബസ്സിൽ കൊണ്ടുപോകുന്ന അവസ്ഥയുമാണ് ഇപ്പോഴുള്ളതെന്നാണ് ആരോപണം. കുട്ടികളിൽ നിന്നും അമിതമായ തുക ഈടാക്കുകയും കൺസെഷൻ നൽകുന്നില്ലെന്നും പൊതുപ്രവർത്തകയായ കവിത പരാതിയിൽ പറയുന്നു. മോട്ടോർ വാഹന വകുപ്പിന് നിരവധി തവണ പൊതുജനങ്ങൾ പരാതി നൽകിയെങ്കിലും സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ ഇവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ 2024 ഒക്ടോബർ 23 ആ വണ്ടി ഓപ്പൺ ചെയ്തത് കുട്ടികൾക്കായിട്ടുള്ള. ആ വണ്ടി ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ, പെർമിറ്റില്ലാതെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാർ അവർ നിരന്തരം ട്രാൻസ്പോർട്ട് ജീവനക്കാർ അസഭ്യം പറയുകയും കൊട്ടിയത്തു നിന്നായാലും ചാത്തന്നൂരിൽ നിന്നായാലും പരൂരത്തേക്കായാലും അവർ യാത്രക്കാരെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവരെ കുറുക്കിടലും ഈ വണ്ടി അവർ ഓടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നിരന്തരം ഒരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സ്ഥിതി തുടർന്നാൽ മന്ത്രി നൽകിയ KSRTC ബസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ റൂട്ടിലൂടെ ഓടിക്കുവാൻ കഴിയാത്ത അവസ്ഥയും ഇത് നിർത്തലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കൊട്ടിയം പരവൂർ റൂട്ടിൽ ഓടുന്ന ബസ്സുകൾ തിരുമുക്ക് തിരിഞ്ഞ് പോകുന്നതിന് പകരം ചാത്തന്നൂരിലേക്ക് എന്തിനു പ്രവേശിക്കുന്നു എന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. സ്കൂൾ തുറക്കാൻ ഇനി ദിവസങ്ങൾ ബാക്കി നിൽക്കെ സ്വകാര്യ ബസ്സുകൾ ഈ സ്ഥിതി തുടർന്നാൽ മത്സര ഓട്ടം മൂലം അപകടങ്ങൾ സംഭവിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മുഖ്യമന്ത്രിക്കും മാസ് പെറ്റീഷൻ നൽകിയിരിക്കുകയാണ് നാട്ടുകാർ. കൊല്ലം RTAക്ക് 2 വട്ടം മാസ് പെറ്റീഷൻ കൊടുത്തു. എല്ലാവരും കൂടെ ചേർന്നു ഈ പെർമിറ്റില്ലാതെ വണ്ടികൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന്. അദ്ദേഹം നടപടി എടുത്തെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞെങ്കിൽ ആ വണ്ടി പിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം ഈ പെർമിറ്റിൽ നിന്നുള്ള ഒരു ലിസ്റ്റ് വേണമായിരുന്നു. ഇവർക്ക് തിരുമുക്ക് തിരിഞ്ഞു പോകാനുള്ള പെർമിറ്റേ ഉള്ളെന്നുള്ള ലിസ്റ്റ് RTA തന്നെ തന്നു. അത് ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്റർക്ക് കൊടുത്തു. അദ്ദേഹം കർശനമായ നടപടി അദ്ദേഹം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് കേരളം 24.